അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് അല്ലാഹു തആലയുടെ 99 നാമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ നമ്മുടെ ആവശ്യങ്ങൾ എത്രയും പെട്ടെന്ന് സാധിപ്പിച്ചു തരുന്നതുമായിട്ടുള്ള ഒരു ഇസ്മിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു ഇസ്മിൻ്റെ ചൊല്ലിയതിൻ്റെ അനുഭവ വെളിച്ചത്തിലാണ് ഞാനിത് പറയുന്നത്. അല്ലാഹു തആലക്ക് 99 നാമങ്ങളുണ്ട്. അസ്മാഉൽ ഹുസ്ന എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് പ്രാർത്ഥിക്കുകയാണെങ്കിലും അല്ലാഹുവിൻ്റെ 99 നാമങ്ങളിൽ ഏതെങ്കിലും ഒരു നാമം പലതവണ ആവർത്തിച്ച് പറഞ്ഞതിന് ശേഷം നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അല്ലാഹു തആല നിങ്ങളുടെ ആ പ്രാർത്ഥന തട്ടിക്കളയുകയില്ല, അത് സ്വീകരിക്കുക തന്നെ ചെയ്യും എന്നാണ് നമ്മുടെ മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ എനിക്ക് ഏറ്റവും വിഷമമുണ്ടായിട്ടുള്ള ഒരു കാര്യം നടന്ന സമയത്ത് ഞാൻ ചൊല്ലിയിട്ടുള്ള ഒരു ഇസ്മിനെ കുറിച്ചിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അല്ലാഹു തആലയുടെ ഒരു ഇസ്മാണ് യാ ബാഖി യാ അല്ലാഹ്. യാ ബാഖി യാ അല്ലാഹ് എന്നത് 100 പ്രാവശ്യം നമ്മൾ ചൊല്ലുക. അതിന് ചില സമയമുണ്ട്. ഏത് സമയത്തുമല്ല, ഒരു നിശ്ചിത സമയത്ത് നമ്മൾ അല്ലാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിലുള്ള യാ ബാഖി യാ അല്ലാഹ് എന്നത് 100 പ്രാവശ്യം നമ്മൾ ചൊല്ലുക. അതിൻ്റെ സമയമെന്ന് പറയുന്നത് എല്ലാ നമസ്കാര ശേഷവും. നമ്മൾ നമസ്കരിച്ചതിന് ശേഷം ദിക്റുകളും സലാത്തുകളും ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം അതേ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ 100 തവണ മനസ്സിലെ ഉദ്ദേശം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് യാ ബാഖി യാ അല്ലാഹ് എന്നത് 100 പ്രാവശ്യം നമ്മൾ അല്ലാഹുവിനെ മനസ്സിൽ ഓർത്തുകൊണ്ട് അതിൻ്റെ അർത്ഥം ചിന്തിച്ചുകൊണ്ട് നമ്മൾ ചൊല്ലുകയും അതിനുശേഷം 2 കൈകളും ഉയർത്തിക്കൊണ്ട് അല്ലാഹുവിനോട് കേണപേക്ഷിച്ചാൽ നമ്മുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും. നിസ്കാരത്തിന് ശേഷം അതേ ഇരുപ്പിൽ ഇരുന്നു കൊണ്ടാണ് 100 വട്ടം ഇത് ചൊല്ലേണ്ടതും. അത് എല്ലാ നമസ്കാര ശേഷവും ആയാലും കുഴപ്പമില്ല. നമുക്ക് എന്തൊരു സങ്കടം വരികയാണെങ്കിലും പ്രയാസങ്ങൾ വരികയാണെങ്കിലും നമ്മൾ നമസ്കരിച്ചതിന് ശേഷം ഫർള് നമസ്കരിച്ചതിന് ശേഷം അതേ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ 100 പ്രാവശ്യം ചൊല്ലി മറ്റൊന്നും സംസാരിക്കാതെ അല്ലാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്കതിനുള്ള ഉത്തരം ലഭിക്കുക തീർച്ച തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാനിത് പറയുന്നത്. കഴിയുമെങ്കിൽ എല്ലാ ഫർള് നമസ്കാരത്തിന് ശേഷവും ഇങ്ങനെ തന്നെ ചെയ്യുക. ഇത് ആവർത്തിച്ച് ചെയ്യുകയാണെങ്കിൽ 1-2 ദിവസങ്ങൾക്കകം നമ്മുടെ ആവശ്യം നമുക്ക് അല്ലാഹു തആല പൂർത്തീകരിച്ച് തരുന്നതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെയ്യുക. അല്ലാഹു നിങ്ങളുടെ ആവശ്യവും നിറവേറ്റി തരുന്നതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനലും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.